ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ എങ്ങനെ ഒരു ഐഡിയ നമുക്ക് വാലിഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് അവിടെ ഒരു ഡിമാൻഡ് ഉണ്ടോ, നമ്മുടെ ഈ ഐഡിയയ്ക്ക് അവിടെ ആൾക്കാരുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ. സോ നമുക്ക് എല്ലാവർക്കും പല പല ഐഡിയാസ് ഉണ്ട്, പക്ഷേ ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കുറേ ക്യാഷ് വേണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണ് നമ്മുടെ ഭൂരിഭാഗം പേരും. സോ നിങ്ങൾക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് സ്റ്റാർട്ടപ്പിൽ ഒരു ഐഡിയ നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കി പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്ന് നമുക്ക് ഈ വീഡിയോ നോക്കാം. സോ ആസ് എ ഫൗണ്ടർ, നിങ്ങളൊരു ഫൗണ്ടറാണ്, നിങ്ങളൊരു സ്റ്റാർട്ടപ്പ്, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, അപ്പം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. അപ്പം ഈ ഐഡിയ നിങ്ങൾക്ക് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആസ് എ ഫൗണ്ടർ നമ്മുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് ഇൻഫോർമേഷനാണ്. അതാദ്യം നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരിക. നമുക്ക് എത്ര നല്ല എത്ര പെട്ടെന്ന് നമ്മുടെ ആ ഐഡിയയുടെ പുറത്ത് ഇൻഫോർമേഷൻ കിട്ടുന്നു അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ അത്രയും ബെറ്റർ നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ പറ്റും. ഇപ്പം നമ്മുടെ കുറേ പേർക്കും ഇല്ലാത്ത അതിനാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എല്ലാ ആൾക്കാരോട് പോയി ചോദിക്കുക, എല്ലാ ആൾക്കാരോട് പോയി ചോദിച്ച് അങ്ങനെ നമുക്ക് നമ്മൾ വളരെ ടൈം എടുത്തുകൊണ്ട് നമുക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ നമ്മുടെ MVP എന്ന് പറയാം, അല്ലെങ്കിൽ മിനിമം വൈബിൾ പ്രൊഡക്റ്റ് എന്ന് പറയാം. അതായത് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിന്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ കറക്റ്റ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ചെറിയ ഭാഗം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ പല പല ഐഡിയാസാണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് മാർക്കറ്റിലേക്ക് ഇറക്കാം എന്നുള്ള സംഭവങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞതുപോലെ ഫൗണ്ടറിന്റെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയയുടെ പുറത്തുള്ള ഡേറ്റ കിട്ടുക എന്ന് മാത്രമാണ്. ഈ ഐഡിയ വാലിഡേറ്റ് ചെയ്യുക, ഈ ഐഡിയയുടെ പുറത്തുള്ള ഇൻഫോർമേഷൻ മാക്സിമം കിട്ടുക എന്ന് പറയും. സോ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പോയിട്ട് ഈ ആപ്പ് ഇടുക. ആദ്യം നിങ്ങൾ പറയും ഞങ്ങൾക്ക് ആപ്പ് വേണം, ഞങ്ങൾക്ക് ഇത് വേണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുപരി ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സൊമാറ്റോ പോലെ ഇതാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. സൊമാറ്റോയിൽ എന്തോ വേണ്ടത്, അത് റെസ്റ്റോറൻറ്റ് തമ്മിൽ കണക്ട് ചെയ്യുക, എന്നിട്ട് വേണ്ട ആൾക്കാർ കൊണ്ടുകൊടുക്കാം. അതിന് ആപ്പ് വേണമെന്ന് ആദ്യം തുടക്കത്തിൽ ആപ്പ് വേണമെന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ളവരെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതല്ലേ പ്രധാനപ്പെട്ട, അതായത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ മെയിൻ. അല്ലാതെ ആപ്പ് വഴി എത്തിക്കുക എന്നല്ല നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റ് കയ്യിൽ നിന്ന് ഈ സാധനം ഇവിടെ കൊണ്ടെത്തിക്കാം, അതാണ് നമ്മുടെ എയിം. അല്ലാണ്ട് നമുക്കൊരു ആപ്പ് ഉണ്ടെങ്കിൽ ഇത് എത്തിക്കത്തുള്ളൂ അല്ലെങ്കിൽ നെറ്റ് വഴി എത്തിക്കത്തുള്ളൂ എന്ന് അങ്ങനെ നിങ്ങൾ വാശി പിടിക്കരുത്. തുടക്കത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് ഐഡിയ വാലിഡേറ്റ് ചെയ്യുക എന്നതാണ്. സോ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ എത്ര പെട്ടെന്ന് നിങ്ങളുടെ എന്തും ഐഡിയ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആദ്യം ഐഡിയ പുറത്ത് നിങ്ങൾ ബേസിക്കായിട്ട് ആദ്യം വേണ്ടത് ഈ ഐഡിയ വാലിഡേറ്റിന് മുമ്പ് നിങ്ങളുടെ പ്രോബ്ലം എന്താണ്, ശരിക്കും നിങ്ങളുടെ ഈ പ്രോബ്ലം ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ഈ ഐഡിയ വാലിഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിന് മുകളിലായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് ഇത് ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളിപ്പോൾ ഒരു സാധനം ഒരു ചെറിയ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് നിങ്ങൾ ചുമ്മാ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് ആളെ നിങ്ങളുടെ ടാർഗറ്റ് ചെയ്യേണ്ട ആരാ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അവരുടെ അടുത്തോട്ട് ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റും? അപ്പം പ്രോബ്ലം നിങ്ങൾക്ക് എന്തായാലും പ്രോബ്ലം ഉണ്ടാകും. സോ ഇതിൻ്റെ മേൽ ഡിമാൻഡ് ഉണ്ടോ എന്ന് അറിയാനാണ് നമ്മൾ MVP ഇട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ ആൾക്കാരാണ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ അല്ല, നിങ്ങളുടെ ടാർഗറ്റ് പീപ്പിൾ ആരാണ്, നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ ആരെയാണ് ടാർഗറ്റ്, നിങ്ങൾ ആരുടെ പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത് അവരെയാണ് നിങ്ങൾ ആദ്യം റിഫൈൻ ചെയ്യേണ്ടത്. അങ്ങനെ ആ പ്രോബ്ലത്തിൻ്റെ മേളിൽ നിങ്ങൾ ആൾക്കാർ റിഫൈൻ ചെയ്തു, അപ്പം നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ആൾക്കാരുണ്ട്. സോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഐഡിയ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനു വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളിപ്പം ടെക് റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ SaaS ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഒരു ലാൻഡിങ് പേജ്, ചെറിയൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുക. ചെറിയൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യണം, അത് നമ്മുടെ നെറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ടാർഗറ്റ് പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ അറിയാവുന്നതാണെങ്കിൽ പുള്ളിക്ക് ഇത് അയച്ചു കൊടുക്കുക. പുള്ളിയുടെ അടുത്തുനിന്ന് ആ ലാൻഡിങ് പേജിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗെറ്റ് ആക്സസ് ടുഡേ അങ്ങനെ, അല്ലെങ്കിൽ ഗെറ്റ് ഏർലി ആക്സസ് എന്ന് പറഞ്ഞ് അയാളുടെ ഇമെയിൽ മേടിക്കുന്ന രീതിയിൽ ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മേടിക്കാം. കൺസെപ്റ്റ് മനസ്സിലായിരുന്നു. അതൊരു ലാൻഡിങ് പേജ്. ഈ ലാൻഡിങ് പേജിനകത്ത് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ സിമ്പിൾ ഇംഗ്ലീഷിൽ കുറച്ച് സെൻറ്റൻസുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിയിൽ ഒരു ഇമെയിൽ നമുക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു ഫോം, ഇമെയിൽ ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു ഫോം നിങ്ങൾ അടിയിൽ വെച്ചിട്ട് ആ കസ്റ്റമറിലേക്ക് നിങ്ങൾ ഒന്നെങ്കിൽ ആ ലിങ്ക് അയച്ചു കൊടുക്കുക. സോ നിങ്ങൾക്ക് ഈ ഒരു MVP ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് MVP വെബ്സൈറ്റ് ക്രിയേറ്റ് അറിയത്തില്ല അല്ലെങ്കിൽ ആപ്പ് ക്രിയേറ്റ് അറിയത്തില്ല, നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് ഒരു പ്രശ്നമില്ല, ഞാൻ നിങ്ങൾക്ക് MVP കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പോൾ നേരെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കപ്പം മാർക്കറ്റിലേക്ക് ആളിലേക്ക് എത്തിക്കേണ്ട ഒരു പാട് മാത്രമേ നിങ്ങൾക്കുള്ളൂ. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫേസ്ബുക്ക് ആഡ് യൂസ് ചെയ്യാം.
ഫേസ്ബുക്ക് ആഡ് യൂസ് ചെയ്ത് നമുക്ക് മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഈ ലിങ്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അവരിത് വായിച്ചിട്ട് അവർക്ക് തോന്നിയിട്ട് ഇത് കൊള്ളാമല്ലോ, എന്നാൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ഇമെയിൽ അയച്ചാൽ മതിയല്ലോ എന്നൊരു ഇമെയിൽ നിങ്ങൾക്ക് കൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കസ്റ്റമറിൽ നിന്ന് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു വാലിഡ് പോയിന്റ് ആണ്. അപ്പോൾ അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടിയ ആ ഇൻഫോർമേഷന് മേളിൽ നിങ്ങൾക്ക് തുടങ്ങാം. ഓക്കെ, രണ്ടാമത്തെ ഒരു ഐഡിയ അല്ലെങ്കിൽ രണ്ടാമത് മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം. അതായത് നമ്മുടെ ഒരു ഐഡിയ ഉണ്ട്, ഈ ഐഡിയ വാലിഡേറ്റ് ചെയ്യാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം. ഇപ്പം ഈ ഐഡിയയുടെ ഒരു മെയിൻ ഭാഗം അല്ലെങ്കിൽ മെയിൻ പ്രോബ്ലം നമ്മൾ എല്ലാം വെബ്സൈറ്റിൽ നമ്മൾ സെറ്റാക്കി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് നമ്മൾ ഇതാണ് പ്രോബ്ലം സോൾവ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വെബ്സൈറ്റ് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. ഈ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഈ കസ്റ്റമർ ഇത് കാണുമ്പോൾ, നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറിലേക്ക് നമ്മൾ മാർക്കറ്റ് ചെയ്ത് കാണുമ്പോൾ പുള്ളി വിചാരിക്കും ഇത് ഓൾറെഡി ഉണ്ട്, ഈ സർവീസ് ഇപ്പോഴേ ഉണ്ട് എന്ന രീതിയിൽ തോന്നുന്നതും, അന്ന് അതിൻ്റെ ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് വന്നിട്ട് നമ്മൾ ഓട്ടോമേഷൻ മാറ്റിയിട്ട് നമ്മൾ തന്നെ മാനുവലി വർക്ക് ചെയ്യും. അതായത് ഇപ്പം ഒരു ഫുഡ് ഡെലിവറി ആപ്പാന്ന് വെച്ചോ, നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ സൊമാറ്റോ പോലെ സംഭവം ഉണ്ടാക്കി വെച്ചേക്കും, പക്ഷേ ഇത് തന്നെ വന്ന് ആരെയും വന്ന് പോയി കണക്ട് ചെയ്തില്ല, തന്നെ പോയി റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊന്നും കണക്ട് ചെയ്യില്ല, നമ്മൾ തന്നെ നമ്മുടെ കയ്യിലോട്ട് ഓർഡർ കിട്ടുന്നത്, അവർക്ക് ഈ ഫുഡാണ് വേണ്ടത്, നമ്മളന്ന് ആ ഫുഡ് പോയി ആ റെസ്റ്റോറൻറ്റിൽ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് വന്ന് നമ്മൾ കൊടുക്കുക. കൺസെപ്റ്റ് മനസ്സിലായോ? അതായത് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കസ്റ്റമർ നോക്കുമ്പോൾ കിട്ടില്ല, നമുക്ക് ഓൾറെഡി ഈ സംഭവം ഉണ്ടല്ലോ, ഈ സംഭവം ഉണ്ട്. അപ്പം പക്ഷേ ബാക്കിൽ എന്താണ് നമ്മളാരെയും കിടന്ന് ഓടുന്നത്, ഇത് ഫുൾ ഓട്ടോമേറ്റ് ചെയ്തില്ല, നമുക്ക് ആൾക്കാർ വേണ്ട, ഓർഡർ കിട്ടുന്നു, ആൾക്കാരുടെ അഡ്രസ്സും നമുക്ക് കിട്ടുന്നു, ഓർഡറും കിട്ടുന്നു, നമ്മൾ ആ ഓർഡർ മേടിച്ചുകൊണ്ട് വന്നിട്ട് ആളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു, അപ്പോൾ ആൾ പേയ്മെൻറ്റ് തരുന്നു, പ്ലസ് ഡെലിവറി ചാർജ് തരുന്നു. പുള്ളിക്കാരൻ ബാക്കിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അടിപൊളി, എന്നാൽ ബാക്കിൽ നമ്മൾ മാനുവലി. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വലിയ ഒന്നും വരുന്നില്ല. ഓക്കെ, മനസ്സിലായി, നമുക്ക് വലിയ ഒരു ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതാണ് രണ്ടാമത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഈ രണ്ടാമത്തെ ഐഡിയ വെച്ചുകൊണ്ട് കുറേ പേര് നമ്മളങ്ങനെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ USA UK ഒരു ലഗേജ് സ്റ്റോറേജ് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ ലഗേജ് സ്റ്റോറേജ് എന്ന് വെച്ചാൽ ആൾക്കാർ യാത്ര പോകുമ്പോൾ ഈ ലഗേജ് കാരണം ഇവർക്ക് യാത്ര പോകാൻ പറ്റാതെ ക്യാൻസൽ ആകുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, ഇവരിങ്ങനെ വെബ്സൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഗേജ് സ്റ്റോർ ചെയ്യാനുള്ള ഈ സ്ഥലം പറഞ്ഞാൽ മതി, ഞങ്ങളുടെ ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ ഫൗണ്ടേഴ്സ് തന്നെ ഈ ലൊക്കേഷൻ കിട്ടുമ്പോൾ ഫൗണ്ടേഴ്സ് തന്നെ ലൊക്കേഷനിൽ പോയിട്ട് ഈ സാധനം മേടിച്ചുകൊണ്ട് ഈ ഒരു ലഗേജ് മേടിച്ചുകൊണ്ട് വന്ന് അവർ തന്നെ സ്റ്റോർ ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ അവർ തന്നെ തിരിച്ച് കൊടുക്കുകയാണ്. പക്ഷേ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ വെബ്സൈറ്റ് അടിപൊളി, അങ്ങനത്തെ ഒരു ആൾക്കാരുണ്ട് എന്ന് തോന്നും. സോ ഇതൊരു ബെസ്റ്റ് ഒരു ഐഡിയ ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ. ഓക്കെ, ഒരു വീഡിയോ ക്രിയേറ്റ്, ഒരു ഡെമോ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഈ ഡെമോ വീഡിയോ വെച്ച് ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ വീഡിയോ ആക്കിയിട്ട് നിങ്ങൾ എവിടെ അയക്കും, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം, പല കാര്യങ്ങളിൽ യൂസ് ചെയ്യാം. അങ്ങനെയാണ് മൂന്നാമത്തത്. നാലാമത്തെ കാര്യം, ജസ്റ്റ് ഒന്നും വേണ്ട, ഒരു ചെറിയൊരു ആഡ് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ചെറിയൊരു ടൈപ്പ് ഓഫ് കുറച്ച് ഇതും കാര്യങ്ങളും എന്താണ്, ഇപ്പോൾ ഫേസ്ബുക്ക് ആഡ് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് നമുക്ക് പൊട്ടൻഷ്യൽ ആൾക്കാരിന് എത്താൻ പറ്റും. അപ്പം ജസ്റ്റ് ഒരു ക്ലിയർ വൈറ്റ് പേപ്പറിനകത്ത് നിങ്ങളുടെ പ്രോബ്ലം എന്താണ്, നിങ്ങൾ സൊല്യൂഷൻ എന്താണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ സർവീസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കൊടുത്തിട്ട് പൊട്ടൻഷ്യൽ ആൾക്കാർ വന്ന് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിമാൻഡ് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ 4 ഐഡിയാസ് ഞാൻ പറഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ മേളിൽ നമുക്ക് ഇമെയിൽ കിട്ടാൻ വേണ്ടി. രണ്ടാമത്തെ ഐഡിയ ഞാൻ പറഞ്ഞു, നമ്മൾ ഒറിജിനൽ സംഭവം ഉള്ളതുപോലെ നമ്മൾ അവരുടെ കസ്റ്റമറിന് മുമ്പ് ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്, പക്ഷേ ഇത് നമുക്ക് അതിൻ്റെ ബാക്കിൽ നമ്മൾ മാനുവലി എല്ലാം വർക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം, ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഓൾറെഡി ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്തു, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമറിലേക്ക് മാർക്കറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നു. നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. ഇനി വെബ്സൈറ്റ് തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ വെബ്സൈറ്റ് എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഒന്നെങ്കിൽ ചെറിയ രീതി, ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കുറേയധികം വെബ്സൈറ്റ്സ് ആണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരിൽ നിന്ന് ആ വെബ്സൈറ്റിൻ്റെ കോഡും മിക്കവാറും ലിങ്കിൽ അയച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ ആ കോഡ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് കോഡിങ് അറിയാവുന്ന ആൾക്കാരുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എങ്ങനെ MVP ക്രിയേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ MVP ക്രിയേറ്റ് ആളില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി MVP ക്രിയേറ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് അതിന് വേണ്ടി വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ട ഒരു ഡൊമൈൻ വേണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ലാൻഡിംഗ് പേജും അതിൻ്റെ അകത്ത് വലിയൊരു ബാക്ക് എൻഡ് പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഒരു ഷോ കേസ് ചെയ്യുവാണ് ഈ സംഭവം. ആ വെബ്സൈറ്റിൽ നമ്മളെല്ലാ കാര്യങ്ങളും പറയും, നമ്മുടെ സർവീസും കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് പറയുന്നുണ്ടാവും. അപ്പം ഒരു ഡൊമൈൻ മേടിക്കുക, ഡൊമൈൻ ഒരു 300-400 രൂപയ്ക്ക് കിട്ടും. വലിയ എന്ന് വെച്ചാൽ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ഡൊമൈനിനെ വെച്ചാൽ അതിന് വില കൂടും. പക്ഷേ ആൾക്കാരൊന്നും വലിയായിട്ട് യൂസ് ചെയ്ത് അറിയാത്ത നെയിമൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നമുക്കിത് ഒരിക്കലും ഡൊമൈൻ കാണിച്ചിട്ട് ആൾക്കാരെ വീഴ്ത്താനല്ലോ, നമുക്ക് ഇൻഫർമേഷൻ കിട്ടുക എന്നതാണ് നമ്മുടെ
നമ്മുടെ മെയിൻ ടാർഗറ്റ്. അത് നിങ്ങൾ എപ്പോഴും ഉള്ളിൽ വെച്ചിരിക്കാൻ മറക്കരുത്. ഇൻഫോർമേഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മേളിൽ നിങ്ങൾ വെബ്സൈറ്റ് ഭയങ്കര അടിപൊളിയാക്കാനോ വെബ്സൈറ്റ് ഭയങ്കര ഇതാക്കാനോ നോക്കില്ല. നിങ്ങളുടെ മേളിൽ ഡിമാൻഡ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഡ് വന്നിട്ട് കുറേ അധികം നിങ്ങളുടെ ആഡ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ഡിമാൻഡ് ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിൻ്റെ പുറത്ത് നിങ്ങൾക്കൊന്നെങ്കിൽ ആ ഡിമാൻഡ് കാണിച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് പൈസ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം എപ്പോഴും നമ്മുടെ ഫൗണ്ടർ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇൻഫോർമേഷൻ കിട്ടുക എന്നുള്ളത്. അല്ലാതെ ഇതിപ്പോൾ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല നമ്മൾ, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് വിജയിപ്പിച്ച് ഇതന്നെ ഞാൻ ചെയ്ത് വിജയിപ്പിക്കുന്നതല്ല. നമ്മുടെ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മളിത് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു, അതിൻ്റെ ആ ഡെമോ ഇറക്കി അതിനകത്ത് എങ്ങനെയുണ്ട് ആൾക്കാരുടെ പൊട്ടൻഷ്യൽ, ആൾക്കാരുടെ ആ ഒരു സംഭവം അവർക്ക് ആവശ്യമുള്ളതാണോ എന്ന് നമുക്ക് ആ ഡിമാൻഡ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുക. 2 ആഴ്ച 1 ആഴ്ച ഇതിനുള്ളിൽ സംഭവം ടെസ്റ്റ് ചെയ്യുക. സംഭവം ഉണ്ടോ ഇല്ലെന്നറിയാം, മാറുക. അത് മനസ്സിലായില്ലെങ്കിൽ നമ്മളൊന്നും വിഷമിക്കാതെ അടുത്ത ഐഡിയയിലേക്ക് പോവുക. സോ ഇങ്ങനെയാണ്. അല്ലാതെ നമ്മൾ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തൊരു വലിയൊരു ആപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആപ്പ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് അതിനകത്ത് കസ്റ്റമറും കാണത്തില്ല, പൊട്ടൻഷ്യൽ ആൾക്കാരും കാണത്തില്ല, ചിലപ്പോൾ അതിനകത്തൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടം. ഒരു ആപ്പ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എന്നിട്ട് ആപ്പ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ വരും. ഒരിക്കലും ഇല്ല ഗൈസ്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. നിങ്ങൾക്ക് ആദ്യമേ നിങ്ങളുടെ ഇത് കാണുമ്പോൾ ഭയങ്കര അധികം സാറ്റിസ്ഫൈഡ് ആവാതെ തോന്നണം നിങ്ങളുടെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് കാണുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങളെ ഇറക്കി എന്ത് ചെയ്യും, നേരെ നമ്മൾ വെബ്സൈറ്റിലിട്ട് അത് മാർക്കറ്റ് ചെയ്തു എങ്ങനെയും പൊട്ടൻഷ്യൽ കസ്റ്റമറിൽ എത്തിക്കാൻ പല വഴികളുണ്ട്. ആഡ്, നിങ്ങൾ ഫേസ്ബുക്ക് ആഡ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്നവരുമായിട്ട് ലിങ്ക് ഷെയർ ചെയ്യാം, അങ്ങനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്നൊരു ഇമെയിൽ, നിങ്ങൾക്ക് എയർലി ആക്സസ് കിട്ടണമെങ്കിൽ ഇമെയിൽ തന്നാൽ മതി. അല്ലെങ്കിൽ അങ്ങനെ കിട്ടുമ്പോൾ അവർ ഇമെയിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കൺഫർമേഷന്. ഓക്കെ, ലിങ്ക് ക്ലിക്ക് ചെയ്ത് അകത്ത് കയറുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഡിമാൻഡ് ഉണ്ടെന്നും, ലിങ്ക് കയറി ക്ലിക്ക് ചെയ്ത് കുറേ പേരൊക്കെ തന്നെ ഇമെയിൽ കയറുന്നത് അതിനകത്ത് അത്രമാത്രം പ്രോബ്ലം സോൾവിങ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഐഡിയ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എത്രയും പെട്ടെന്ന് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് വെബ്സൈറ്റിനകത്ത് നിങ്ങളുടെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഇടുക, അതിനകത്ത് ഗെറ്റ് എർലി ആക്സസ് എന്ന് പറഞ്ഞ് ഇമെയിൽ ഇടുക. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പ്രൊഡക്റ്റിലാണ് നിങ്ങൾ ഇടേണ്ടത്. എപ്പോഴും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇടുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ വിഷൻ അത് വേണം ഇടാൻ. ആ വിഷൻ അനുസരിച്ച് വേണം നിങ്ങളുടെ മെയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ കുറേ AI പ്ലാറ്റ്ഫോം ഉണ്ട്, നോ കോഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പല പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ മാർക്കറ്റിലേക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് അടുത്ത ദിവസങ്ങളായിട്ട് ഇറക്കും. ഒരു പ്രൊഡക്റ്റിൻ്റെ വാലിഡിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, പ്രത്യേക ഒരു പ്രൊഡക്റ്റിൻ്റെ വാലിഡിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉടനെ തന്നെ മാർക്കറ്റിൽ ഇങ്ങനെ ഇറക്കിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഐഡിയ MVP വേണം, അല്ലെങ്കിൽ മിനിമം വൈബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിനേക്കാളും എളുപ്പം എന്ന് പറയുന്നത് മിനിമം വൈബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഷോക്കേസ് ചെയ്തു നമ്മൾ, അല്ലാതെ നമ്മുടെ ഏറ്റവും ഒരു പ്രൊഡക്റ്റ് ആ ഷോക്കേസ് ചെയ്ത് അതിനകത്ത് വാലിഡിറ്റി കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി തുടങ്ങുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്, ഇങ്ങനെ ആൾക്കാർ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഐഡിയ. അങ്ങനെയുള്ള ഐഡിയ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ടെസ്റ്റ് നടത്തി അതിന് മേളിൽ വാലിഡേഷൻ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഇറങ്ങുക. എന്നിട്ട് മാത്രം നിങ്ങളുടെ നിങ്ങളുടെ ഹാർഡ് വർക്ക് എല്ലാം ഇടുക. ഹാർഡ് വർക്ക് ഇടാനൊന്നും നടക്കുന്നില്ല, അതിനുശേഷം മാത്രം നിങ്ങൾ ഹാർഡ് വർക്ക്സ് ഇടുക. പിന്നെ അത് ആസ് എ ഫൗണ്ടറായിട്ട് നിങ്ങൾ എല്ലാവരും എപ്പോഴും ചെയ്യേണ്ടത് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുക എന്നും അത്രയും പെട്ടെന്ന് സംഭവം നമ്മുടെ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ മിനിമൽ വൈബിൾ പ്രൊഡക്റ്റ് നമ്മൾ എപ്പോഴും എത്രയും പെട്ടെന്ന് ഇറക്കുക എന്നതാണ് നമ്മുടെ ഫൗണ്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ ജോലി. ഈ മിനിമൽ വൈബിൾ പ്രൊഡക്റ്റ് ഇറക്കാൻ പോലും നിങ്ങൾക്ക് സ്കിൽസ് ഇല്ലെന്ന് വെക്കുക. നിങ്ങൾക്ക് അതിനനുസരിച്ച് സ്കിൽസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് യൂട്യൂബിലെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് കഷ്ടപ്പെട്ടാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഒരു 1 വീക്ക് 2 വീക്കിനുള്ളിൽ നിങ്ങളുടെ സംഭവം ഇറക്കുക, മാർക്കറ്റിൽ സെറ്റ് ചെയ്യാൻ നോക്കുക, ഉണ്ടോ ഇല്ലയോ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ശരിക്കും ഇതിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഇനിയുള്ള അടുത്തൊരു വീഡിയോയിലായിട്ട് ഞാൻ ശരിക്കും നമ്മൾ എങ്ങനെ ഒരു മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾക്കൊരു മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഒരു ഡൊമൈൻ വേണം. ഡൊമൈൻ അക്കൗണ്ട് വേണം. പക്ഷേ ഒരു ഡൊമൈൻ മേടിക്കണം, ആ വെബ്സൈറ്റിൻ്റെ പേര്, അതിനുശേഷം നമ്മുടെ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിലേക്ക് ആഡ് യൂസ് ചെയ്ത് ഇറക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ പൊട്ടൻഷ്യൽ കസ്റ്റമറിലേക്ക് ആഡ് യൂസ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരുമായിട്ട് തമ്മിൽ ലിങ്ക് ഷെയർ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ അവർ എത്ര പേര് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വരുന്നുണ്ട്, എത്ര പേര് ലിങ്കിൻ്റെ ക്ലിക്ക് ചെയ്ത് വന്നിട്ട് എത്ര പേര് ഇമെയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നോക്കി നമ്മുടെ ഐഡിയ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വാലിഡേറ്റ് കിട്ടിയ ശേഷം മാത്രം നിങ്ങൾ അതിനകത്ത് ആ ഒരു മെട്രിക്സും ആ ഒരു നമ്പർ ഓഫ് മെട്രിക്സും കാണിച്ച് അതൊരു ഫോം, അതൊരു പ്രസൻറ്റേഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇനി അത് ബിൽഡ് ചെയ്യാൻ ഫണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി അതൊക്കെ യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫൗണ്ടറിൻ്റെ ജോലി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ആ പ്രോട്ടോടൈപ്പ് ഇറക്കുക, ഇൻഫോർമേഷൻ കിട്ടുക. ഇൻഫോർമേഷൻ്റെ പുറത്ത് മാത്രമായിരിക്കും. പിന്നെ നമ്മളെപ്പോഴും ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും നമ്മളിൽ ഇപ്പം വലിയൊരു നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഓവർവെല്ല് ചെയ്യും. നമ്മൾ ഭയങ്കര
അയ്യോ ഇതെനിക്ക് ഇതെങ്ങനെ ഇങ്ങനെ അല്ലല്ലോ. നമുക്കൊരു വിഷൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആദ്യം ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഡേറ്റ ഇറക്കി, അതിൻ്റെ മേളിൽ നമ്മളൊരു പ്രോട്ടോടൈപ്പ് ഇറക്കിയിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് കുറേ ഡേറ്റ കിട്ടും. ഈ ഡേറ്റ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ഇത് റിഫൈൻ ചെയ്യും, പിന്നെയും റിഫൈൻ ചെയ്യും. ഗൈസ്, ഇങ്ങനെയാണ് സ്റ്റാർട്ടപ്പിൻ്റെ ഓരോ സ്റ്റേജും ഇവോൾവ് ആകുന്നത്. അല്ലാണ്ട് ഒറ്റയടിക്ക് വന്നിട്ട് ഞാൻ സൊമാറ്റോ കിട്ടുന്നു ഇപ്പോഴത്തെ കാണുന്ന സൊമാറ്റോ വരത്തില്ലായിരുന്നു. ആദ്യം അവർ അവർക്ക് എന്താണ് അവരുടെ മെയിൻ കസ്റ്റമറിനെ റെസ്റ്റോറൻറ്റ് തമ്മിൽ യോജിപ്പിക്കുക. അങ്ങനെ അത് യോജിപ്പിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെ മേളിൽ ഡേറ്റ കിട്ടി, ഒരു ഐഡിയ കിട്ടി, ഇത് ഇങ്ങനെയാണ്, ഇത് ഇച്ചിരി കൂടെ വെച്ചാൽ ഇങ്ങനെ എഫിഷ്യൻറ്റ്. ഇങ്ങനെ ഓരോ സ്റ്റേജ് ആയിരിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് വന്നിട്ട് നിങ്ങൾ എന്ത് കാണുന്ന സാധനം ഒറ്റയടിക്ക് ആദ്യം കൊണ്ടുവന്ന ചിലപ്പം നിങ്ങളിപ്പോൾ തിങ്ക് ചെയ്തതിനേക്കാൾ ഐഡിയ നിങ്ങൾക്ക് ചിലപ്പം ഈ പ്രാക്ടിക്കൽ വൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഗൈസ് ഡിഫറൻസ്. നിങ്ങൾ എപ്പോഴും ചെറിയൊരു സംഭവം ഇറക്കുക, ചെറിയ സംഭവത്തിന് മേളിൽ ആൾക്കാരുടെ മേളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുക. ഐഡിയയുടെ മേളിൽ പിന്നെ നിങ്ങൾ അടുത്തൊരു പ്രൊഡക്റ്റ്, അടുത്തൊരു സെക്കൻഡ് സ്റ്റേജ് പ്രൊഡക്റ്റ് ഇറക്കുക, പിന്നെ തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്. ഇങ്ങനെയാണ് ഗൈസ്. അപ്പോഴാണ് ഗൈസ് നമുക്ക് കസ്റ്റമറിന് വേണ്ടി നമ്മൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾക്ക് ഇഷ്ടത്തിനല്ലല്ലോ കസ്റ്റമർ വരുന്നത്. കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിന് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം കസ്റ്റമർ തന്നെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഫീഡ്ബാക്ക് എന്ന് വേണം നമ്മൾ ആ ഒരു ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച ഐഡിയയിലേക്ക് എല്ലാവർക്കും പോകുന്നത്. കാരണം കസ്റ്റമറാണ് നമ്മുടെ കിങ്, മനസ്സിലായി? കസ്റ്റമർ എന്ത് പറയുന്നു അതിനനുസരിച്ച് വേണം നമ്മുടെ ആപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ നമ്മൾ ഇവോൾവ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കൊണ്ടുവന്ന് ചിലപ്പോൾ കസ്റ്റമർ കാണത്തില്ല. അതുകൊണ്ടാണ് ഗൈസ് ആദ്യം പറയുന്നത്, നമ്മളൊരു ജസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ തുടങ്ങുക, ഐഡിയ വെക്കുക, ഐഡിയയുടെ പുറത്ത് കസ്റ്റമർ ഇടുക, കുറേ ഐഡിയ കിട്ടും, അവിടുന്ന് കസ്റ്റമറിൽ നിന്ന് കുറേ ഐഡിയ കിട്ടും, ഒന്ന് റിവോൾവ് ചെയ്യുക, അടുത്ത ഐഡിയ കിട്ടും, കുറേ റിവോൾവ് ചെയ്യുക. ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെ ആണെങ്കിൽ ചിലപ്പോൾ സംഭവം ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. കൺസെപ്റ്റ് മനസ്സിലായ? നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇങ്ങനെ പോകണമെന്നാണ്, പക്ഷേ കസ്റ്റമർ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പോയാലേ കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റത്തുള്ളൂ. നിങ്ങൾ ആദ്യം ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കും, നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുക. പക്ഷേ കസ്റ്റമറിന് ഇങ്ങനെ പോകേണ്ടത്, കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ച് ആപ്പ് ഇങ്ങനെ പോകേണ്ടത്. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? അതാണ് പറയാൻ, നിങ്ങൾ ഏറ്റവും ചെറിയതെന്ന് തുടങ്ങുക, അതിനുശേഷം അവിടുന്ന് കുറേ ഐഡിയ ഇട്ട് ഇങ്ങനെയാണ് ഗൈസ് ബേസിക്കലി സ്റ്റാർട്ടപ്പിൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ട് അതിൻ്റെ മേലെ വാലിഡിറ്റി ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. സോ ആദ്യം നമുക്ക് ഡേറ്റ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ഫൗണ്ടേഴ്സും ഇതിനകത്ത് ഈ സംഭവം നടക്കും. നിങ്ങളുടെ എന്ത് ഐഡിയ വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറയും നിങ്ങളുടെ എന്ത് ഐഡിയ ആയിക്കോട്ടെ, നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങി കുറേ പേരുടെ നിങ്ങൾക്ക് അഭിപ്രായം കിട്ടിട്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ ഗൈസ്.